ഹലോ, നമുക്കിന്നൊരു മീൻ കറി ഉണ്ടാക്കാവേ. മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്തേക്കുന്ന മീൻ സാൽമൺ എന്ന് പറഞ്ഞ മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി, അതോടൊപ്പം തന്നെ വാളൻപുളി വെള്ളത്തിലിട്ട് വെച്ചതും ഉപ്പും എടുത്തിട്ടുണ്ട്. ചട്ടി അടുപ്പിൽ വെച്ച് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വന്നു കഴിയുമ്പം നമുക്കതിലോട്ട് ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ചെടുക്കണേ. ഉലുവയും കടുകും പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ചാണ് ഇത് ഇരിക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആക്കിയല്ല വെച്ചേക്കുന്നത്. അതിന് ശേഷം നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണേ. മൂപ്പിച്ച് കരിഞ്ഞു പോവരുത്. ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമ്മൾ അത് ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി ഇതാ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നു. അപ്പോൾ ഞാനേ ഉള്ളി ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ കുഞ്ഞുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ സബോള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മൂപ്പിച്ചിരുന്നതിന് പകരമായിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഞാൻ ഒറ്റയടിക്കങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ, രണ്ടാമത് മൂപ്പിക്കാനായിട്ട് പോകണ്ട, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്താൽ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരണേ. എന്നിട്ട് ഇതിലോട്ട് എടുത്ത് വെച്ചേക്കുന്ന കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, കാരണം ആ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. ഇനി വേണം എരിവ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി സാധാരണ മുളക് പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. കരിഞ്ഞു പോവരുത് കേട്ടോ, കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഇത് നന്നായിട്ട് മൂത്ത് ആ പച്ചമണം എല്ലാം നന്നായിട്ട് മാറിയ ശേഷം ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പുളി വെള്ളം ഒഴിച്ച് കൊടുക്കണേ. ഞാൻ വാളൻപുളിയാണ്, സാമ്പാർ പുളി, ആ പുളി എടുത്തേക്കുന്നത്. എന്നിട്ട് ആ പുളി വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് തിളപ്പിച്ചെടുക്കണേ. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വന്ന ശേഷം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. ഉപ്പും കൂടി ഇട്ട് എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് ആ ഒരു നമുക്ക് ചാറൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്, കുറുകിയത് വേണോ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം നീണ്ടത് വേണോ, നമ്മൾ തന്നെ നോക്കുക. എനിക്ക് ഇച്ചിരി കുറുകിയ ചാറ് മതി, പിന്നെ ഇച്ചിരി വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ചൂട് വെള്ളം ഒഴിക്കണേ, ഒരിക്കലും പച്ചവെള്ളം കൊണ്ടേ ഒഴിക്കരുത്, കറിയുടെ ടേസ്റ്റ് മാറിപ്പോവേ. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എപ്പോഴും വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരപ്പ് തിളച്ച ശേഷം മാത്രമേ ഉള്ളൂ മീൻ കഷ്ണം അതിലോട്ട് ഇടാവുള്ളൂ. ഈ സമയത്ത് തിളച്ച് വന്ന സമയത്ത് ഞാൻ എടുത്ത് വെച്ചിരുന്ന ഉലുവാപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളച്ച ശേഷം അതിലോട്ട് കറിവേപ്പിലയും കൂടി നന്നായിട്ട് ഇച്ചിരി 2-3 കറിവേപ്പിലയൊക്കെ നമുക്ക് പിച്ചി കീറിയൊക്കെ ഇടാം, അപ്പോൾ ആ ഫ്ലേവർ ഇറങ്ങും. എന്നിട്ട് ഇതാ തിളച്ച് വന്നു. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിലോട്ട് പെറുക്കിയിടാം. എണ്ണ തെളിയുന്ന ഭാഗമാണ് ആ തിളച്ച് വരുന്നത് കേട്ടോ. ഇപ്പം ഞാൻ മീൻ കഷ്ണമൊക്കെ പെറുക്കിയിടുവാണ്. ഈ സാൽമൺ എന്ന് പറയുന്ന മീനേ അധികം കട്ടിയില്ലാത്ത മീനായതുകൊണ്ട് പെട്ടെന്ന് അത് വെന്ത് കിട്ടും. അപ്പോൾ ഒരുപാടിട്ട് നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ ഉപ്പും പുളിയൊക്കെ പിടിക്കാൻ ഇച്ചിരി പാടാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു തലേദിവസം കറി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴിക്കുന്നതാണ് നല്ലത്. നല്ലോണം ഉപ്പും പുളിയൊക്കെ പിടിക്കുകയുള്ളൂ. ഇപ്പം ഞാൻ ഇത് മീനിട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരിക്കലും സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാൻ ഞാൻ പ്രിഫർ ചെയ്യില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. അറിയാവുന്നവർ മാത്രമേ ഉള്ളൂ സ്പൂൺ കൊണ്ട് സാധാരണയായിട്ട് ഇളക്കാറുള്ളൂ. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ സ്പൂൺ കൊണ്ട് ഇളക്കില്ല, കാരണം പെട്ടെന്ന് മീൻ പൊടിഞ്ഞു പോകും. നമ്മൾ ജസ്റ്റ് ചട്ടി എടുത്തിട്ടൊന്ന് ചുറ്റിക്കുകയുള്ളൂ ചെയ്യാവുള്ളൂ. ഇപ്പം എന്നിട്ട് ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇങ്ങനെയാണ് ചട്ടി എടുത്ത് ചുറ്റിക്കുന്നത്. അപ്പോഴത്തേക്ക് എല്ലാ ഭാഗത്തും അതിൻ്റെ ആ ഉപ്പ് പുളിയെല്ലാം മിക്സായി വരും, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് കഴിഞ്ഞതാ നമ്മുടെ മീൻ ഇവിടെ തിളച്ച് വന്നു, ഫൈനൽ സ്റ്റേജാണ്. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് കാണാം ഇതിൽ. അങ്ങനെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി കറി കേട്ടോ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്